ഉത്തർപ്രദേശിൽ നിന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. രാജ്യം ഏറെ ചർച്ച ചെയ്ത ഉന്നാവോ പീഡന കേസിലെ ഇരയുടെ കുടുംബത്തിനു നേരെ വീണ്ടും ആക്രമണമുണ്ടായിരിക്കുന്നു. ഈ ക്രൂരതയ്ക്ക് പിന്നിൽ ആരാണ്? കുറ്റവാളികൾക്ക് ഇത്രയും അധികം ധൈര്യം എവിടെ നിന്ന് ലഭിക്കുന്നു? ഉത്തർപ്രദേശിലെ യോഗി സർക്കാരിനെ കടന്നാക്രമിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരിക്കുകയാണ്. ഭയപ്പെടുത്തുന്ന ഒരു ഗുണ്ടാരാജാണ് യു.പിയിൽ നടക്കുന്നതെന്നാണ് രാഹുലിന്റെ ആരോപണം. ഇരയാക്കപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബത്തിന് നേരെ വീണ്ടും ആക്രമണമുണ്ടായത് സംസ്ഥാനത്തെ ക്രമസമാധാന നിലയുടെ പൂർണ്ണമായ തകർച്ചയാണ് കാണിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. കുറ്റവാളികൾക്ക് സംരക്ഷണം ലഭിക്കുമ്പോൾ സാധാരണക്കാർക്ക് നീതിയും സുരക്ഷയും അന്യമാകുകയാണ്. യു.പിയിൽ ഇന്ന് ഭയത്തിന്റെ നിഴലിലാണ് ജനങ്ങൾ കഴിയുന്നത്. നിയമം നടപ്പിലാക്കേണ്ടവർ കുറ്റവാളികൾക്ക് കുടപിടിക്കുകയാണോ എന്ന ഗൗരവമായ ചോദ്യമാണ് കോൺഗ്രസ് ഇപ്പോൾ ഉയർത്തുന്നത്. കുറ്റവാളികൾക്ക് സർക്കാർ സംവിധാനങ്ങളിൽ നിന്നും സഹായം ലഭിക്കുന്നതിനാലാണ് ഇത്തരത്തിൽ ആവർത്തിച്ച് ആക്രമണങ്ങൾ നടത്താൻ അവർക്ക് ധൈര്യം ലഭിക്കുന്നത്. പീഡനത്തിനിരയായ പെൺകുട്ടിക്കും കുടുംബത്തിനും നീതി ഉറപ്പാക്കുന്നതിന് പകരം അവരെ കൂടുതൽ ദ്രോഹിക്കുന്ന നിലപാടാണ് BJP സർക്കാർ സ്വീകരിക്കുന്നതെന്നും രാഹുൽ കുറ്റപ്പെടുത്തി. ഈ കുടുംബം വർഷങ്ങളായി നേരിടുന്ന പീഡനങ്ങൾ ഇനിയും അവസാനിക്കുന്നില്ല എന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിന് തന്നെ നാണക്കേടാണ്. ഈ സാഹചര്യത്തിൽ പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ സുരക്ഷ അടിയന്തരമായി ഉറപ്പാക്കണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. ഇരകൾ വേട്ടയാടപ്പെടുകയും വേട്ടക്കാർ സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ഈ വിരോധാഭാസം അനുവദിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് കോൺഗ്രസ്. നീതി തേടിയുള്ള ഈ കുടുംബത്തിന്റെ പോരാട്ടത്തിൽ അവർ തനിച്ചല്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പാർലമെന്റിനകത്തും പുറത്തും ഈ വിഷയം ആളിപ്പടർത്താനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. ഉന്നാവോയിലെ ആ കുടുംബത്തിന് നേരെ ഉയരുന്ന ഓരോ കൈകളും ജനാധിപത്യത്തിന് നേരെ ഉയരുന്ന വെല്ലുവിളിയാണ്. രാഹുൽ ഗാന്ധിയുടെ ഈ രൂക്ഷ വിമർശനം ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഈ പ്രതിഷേധം കൂടുതൽ ശക്തമാകും.